ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. പ്രൈമറൊക്കെ ഇട്ട് കൊടുക്കണം, പക്ഷെ എൻ്റെ പ്രൈമർ ഇല്ല. ഇത് മെബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് എറൈസർ മൾട്ടി യൂസ് കൺസീലറാണ്. ഇത് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ളൊരു കൺസീലറാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ബ്രഷ് പോലത്തെ സംഭവം, പക്ഷെ അത് ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് അതുകൊണ്ട് അത് ഞാൻ കീറി കളഞ്ഞത്, തനിയെ കീറി പോയതായിരുന്നു സമയത്ത്. പക്ഷെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്യരുതെന്ന്. എന്ന് വെച്ചാൽ ആ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്ടീരിയാസ് വന്നിട്ട് സ്കിന്നിനത് പ്രശ്നമാണ്. പിന്നെ ഈ ഒരു കൺസീലർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഡെയിലി വെയറിന് പറ്റിയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കൺസീലറാണ്. പിന്നെ ഈ ഒരു കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു ഗ്രേഷ് ലുക്ക് വരത്തില്ല. കാരണം ഇതിനൊരു ഓറഞ്ച് ഷെയ്ഡ് പോലുണ്ട്. അപ്പോൾ അത് ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ അത് തനിയെ കളർ കറക്റ്റ് ആയിക്കോളും. പിന്നെ ഫുൾ കവറേജ് കിട്ടില്ല ഈ കൺസീലർ യൂസ് ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത് ഡെയിലി വെയറിന് പറ്റിയതാണ്. കാരണം ഒരു മീഡിയം കവറേജ് കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ ചില കൺസീലർ ഇടുമ്പോൾ നമുക്കൊരു ഗ്രേഷ് ലുക്ക് വരത്തില്ലേ, ഫുൾ കവറേജുള്ള ചില കൺസീലർ ഇടുമ്പോഴത്തേക്ക് കളർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല. ഈ വീഡിയോ കണ്ടപ്പോണ്ടോ കറക്റ്റ് സൺലൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാകുന്നത് എന്തോ ഒരു അപാകതം പോലെ കിട്ടുന്നു. ഈ സൈഡോടെ ഇതാക്കാം. നേരത്തെ എൻ്റെ ഈ ഒരു സൈഡിലെ പിമ്പിൾസ് നല്ലപോലെ ഉണ്ടായിരുന്നു, പിമ്പിൾസിൻ്റെ മാർക്കും. പക്ഷെ ഇപ്പം സത്യത്തിൽ ഈ കൺസീലർ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നേരം സെറ്റ് ആകാൻ വെക്കണം. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് തോന്നിയ പോലാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വിയർക്കണം. കുറച്ച് നേരം വെച്ചിട്ട് ബ്ലെൻഡ് ആക്കാം. ഇപ്പം ഈ സൈഡിലെ പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ പോയി, പക്ഷെ അതിന് വരെ ഈ സൈഡിൽ വന്നു. നല്ല ആഗ്രഹമാണ് ബ്രഷ് യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ. പക്ഷേ ബ്രഷ് ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ കൈ വെച്ച് ശീലിച്ച് പോയതുകൊണ്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ബ്രഷിലായി പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ഇവിടെ എനിക്ക് നല്ലൊരു പിമ്പിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ നല്ല രീതിക്ക് കൺസീലർ ഇട്ടത് ഹൈഡാക്കി. ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. സാധാ എല്ലാ കൺസീലറും ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഗ്രേഷ് ലുക്കായിരിക്കും വരുന്നത്. ഇതിന് പക്ഷേ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഇത് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. കൺസീലറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് കവറായി. ലിപ്സ്റ്റിക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വിനൈലാണ്. ഇത് ഇത്രയും ദിവസം എനിക്കിത് ഒരു PR കിട്ടിയതാണ്. ഇത്രയും ദിവസം ഇത് ഇവിടെ ഇരുന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് ഇത്ര നാളെ എൻ്റെ കയ്യിൽ വിനൈലുണ്ടായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. കാരണം ഇതിനൊരു എനിക്ക് കിട്ടിയ കളറ് കുറച്ച് എരിച്ച് നിൽക്കുന്ന ഒരു റെഡാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഫുള്ള് ലിപ്പിലിടുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇത് പകുതി തീർന്ന്. സത്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കാരെല്ല യൂസ് ചെയ്തെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ഞാൻ സിംപ്ലി മൈ സ്റ്റൈൽ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടത്. ആ ചേച്ചി വേറൊരു ഫോറിൻ വ്ളോഗറിൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ട് ഇതിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്ന ഒരു വീഡിയോ. അത് കണ്ടിട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നില്ല. എൻ്റെ ഫ്രണ്ടിൽ മിററും ഇല്ല. ഞാൻ ഫോൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചെയ്ത പോലെ കിട്ടിയില്ല. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാം. അല്ല വേണ്ട, ഇപ്പം തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തേക്കാം. എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇത് സ്വീസ് ബ്യൂട്ടിയുടെ തന്നെ മാറ്റ് ഹെയർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കുറേ സത്യം പറഞ്ഞാൽ ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇടുന്നൊന്നും പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഭയങ്കര ബോൾഡായിട്ട് ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നത് കൊള്ളത്തില്ല വീഡിയോയിൽ കാണാൻ.
ലിപ്സ്റ്റിക്ക് കളത്തില്ലെന്നല്ല, ഞാൻ എൻ്റെ ഒരു വൃത്തിയുടെ രീതിയിലായിരുന്നു. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് എന്താ പോലെ ആയിരുന്നു കട്ടിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐഷാഡോ പാലറ്റ്. ഈ ഒരു ഐഷാഡോ പാലറ്റ് ഇത്രയും 4 ഷെയ്ഡ് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡ് ഞാൻ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഐഷാഡോ പാലറ്റ്. എനിക്ക് അറിയത്തില്ലെന്ന് വെച്ചാൽ ഈ ഒരു കളർ മേ ബി നന്നായിട്ട് എല്ലാവർക്കും മാച്ച് ആകുന്നതായതുകൊണ്ട്. ഇതൊരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണ്. ലോങ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിന് ഇഷ്ടമല്ല തോന്നുന്നു. എപ്പോൾ വീഡിയോ എടുത്താലും സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഒരുവിധം മിക്കവാറും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോൾ തന്നെ സ്റ്റോറേജ് ഫുള്ളായി വരും. ഇത് തന്നെ ഇതോ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡായാലും മതി. എന്നിട്ട് നമുക്ക് ബ്ലഷ് ആയിട്ട് ഇടാം. പണ്ട് എനിക്ക് ബ്ലഷ് ഇഷ്ടമല്ലായിരുന്നു, കാരണം എൻ്റെ സ്കിൻ ടോണിൽ ചേർത്തില്ല എന്ന് വെച്ചിട്ട്. ഞാൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പിങ്ക് കളറിനെക്കാട്ടിലും ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആരുടെ ചോദിച്ചിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനാണ്. ചുക്കിയ പോലെ മൊത്തത്തിലൊരു ചുമന്ന ലുക്കായി പോയപ്പോൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കാജൽ യൂസ് ചെയ്യാം. തീരാറായി, ഇത് തീർന്നു. നമ്മളെ കണ്ണിനകത്തൊന്നും പറ്റാതെ പറയുന്നത്, കാരണം ക്യാമറ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? ഇപ്പം സെറ്റല്ലേ ഗൈസ്? ഞാൻ സൺലൈറ്റിന് വേണ്ടിയിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുക്കാം. പക്ഷെ സൂര്യൻ എന്നെ പറ്റിച്ച് ചെറിയൊരു മഴക്കോളുണ്ട്. എൻ്റെ കണ്ണ് കുറച്ച് ചെറുതല്ലേ? എനിക്ക് എന്താ തോന്നുന്നത്? ആണെന്ന് എൻ്റെ വിശ്വാസം അല്ല. ചെറുതായതുകൊണ്ട് എൻ്റെ കണ്ണ് ചെറുതായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ കണ്ണ്. അല്ലാതെ ജസ്റ്റ് മണ്ടയ്ക്ക് എല്ലാവരും എഴുതുന്ന പോലെ എഴുതിക്കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടത്തില്ല. കണ്ണൂടെ ഇല്ല. ഈ ഒരു കാജൽ സൂപ്പറാണ് ഗൈസ്. 2 കണ്ണ് 2 രീതിയിലാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണ് ഞാൻ ഇത്ര വലുതായിട്ടല്ല ഉദ്ദേശിച്ചത്, സിമ്പിളായിട്ടാ. പക്ഷെ ഒന്നായിപ്പോയി. മറ്റേ കഥകളിയൊക്കെ പോലെ ആയോ? ഞാൻ ഇങ്ങനെ എഴുതാറില്ല ഞാൻ. ഇതാണ് ഗൈസ് സ്വിസ് ബ്യൂട്ടിയുടെ പുതിയ മസ്കാര. ഇന്ന് വന്നതാണ്. കാണാനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. യൂസ് ചെയ്തിട്ട് പറയാം കാണാനുള്ള സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോണ്ടോ. അയ്യോ മണ്ടയ്ക്ക് പറ്റി. വോളിയം വലുതായിട്ടില്ല, പക്ഷെ നല്ല രീതിയിൽ ലെങ്തനിങ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ കണ്ണിക്കുട്ടി? പൊതുവെ എനിക്ക് ഈ കണ്ണ് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഇനി ഇതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കണ്ണ്. മസ്കാര ഓക്കെയാണ്, ഭയങ്കര സൂപ്പറല്ല, അത്യാവശ്യം ലെങ്തനിങ് തരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ ചെയ്യുന്നതിൽ ഞാൻ അത്ര സൂപ്പറൊന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ മിക്കവാറും അവളെ കൊണ്ട് എൻ്റെ കേട്ടിലൊരു ട്യൂട്ടോറിയൽ ചെയ്യും. സത്യത്തിൽ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരൊന്ന് സമ്മതിക്കണം.
എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ അതെത്ര നീറ്റായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. കാരണം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുന്നത്. വീണ്ടും ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫോണിലെ എല്ലാ ആപ്പും, ഓൾമോസ്റ്റ് എല്ലാ ആപ്പും, വാട്സപ്പ് ഒഴിച്ച് ബാക്കി എല്ലാം ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത്. വീണ്ടും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഒന്ന് ചെയ്യേണ്ട മറന്നു കഴിഞ്ഞു. ഐബ്രോ ഫില്ല് ചെയ്ത് ഞാൻ ഐബ്രോയുടെ കാര്യത്തിൽ ഞാനൊരു പ്രോ അല്ല, ബാക്കിയും പ്രോ അല്ല. പക്ഷെ എന്നാലും ഇനി നമുക്ക് ഈ സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാനാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്താ? സോളാർ ഫ്ലാഷ്. അയ്യോ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇതിൻ്റെ ഈ പ്രിൻ്റില്ലേ. പ്രിൻ്റ് ഇഷ്ടമല്ലെന്നല്ല, പ്രിൻ്റ് പോകുന്നത് അതിങ്ങനെ പുതിയതുപോലെ ഇരിക്കണം. ഞാൻ നേരത്തെ ചെയ്തതാണ്. പുതിയതുപോലെ ഇരിക്കണം എന്നെൻ്റെ ആഗ്രഹം. നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഇത് സത്യത്തിൽ എന്താണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്? എന്ത് സ്റ്റിക്കാണ്? കൂളിംഗ് എഫക്റ്റ്, സ്മൂത്ത് ഗ്ലൈഡ്, സ്പാർക്ലിംഗ് ഷെയ്ൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നയോ? ഞാൻ എന്താണെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇത് ടച്ച് ചെയ്യുമ്പോൾ തണുപ്പുണ്ട്. അയ്യോ, വെള്ളം ഒഴുകുന്ന പോലെ തോന്നുന്നു. സത്യത്തിൽ ക്യാമറ മറന്നങ്ങ്. അയ്യോ, നല്ല സുഖം ഇതിങ്ങനെ ആക്കാൻ. അയ്യോ, പിന്നെ കൊറിയർ വരുന്നെന്ന് പറഞ്ഞ മെസ്സേജ് വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഇല്ല, അപ്പോൾ ഹൈലൈറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണേ. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം അല്ലാത്തതുകൊണ്ടേ എന്തായിരിക്കും വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മൊത്തം ഇട്ടെടുക്കാം. നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യാനിരുന്ന ലുക്കിനകത്ത് ഈ ഒരു ഗ്ലിറ്റർ ഇല്ലായിരുന്നു, പക്ഷെ അത് വന്നുപോയി. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു, ഡെയിലി യൂസ് അല്ല, മേക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഫിക്സർ ഉപയോഗിക്കാം. എനിക്ക് പക്ഷേ ഇപ്പം രാത്രി ആയില്ലേ, എനിക്ക് എവിടെയും പോകാനും ഇല്ല, ഞാൻ ചുമ്മാ മേക്കപ്പ് ചെയ്തേ വീഡിയോ എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കുറച്ച് കഴിയുമ്പോൾ വേണം ഒരു ഗ്ലോ കിട്ടും. അത് ഇപ്പം എനിക്ക് അടിച്ച് കാണിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇട്ട് കൊടുക്കാം. റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേരുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ കാണുന്നവർക്ക് ചേരുന്നതായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് ആവും, പക്ഷേ കൊള്ളാൻ തോന്നും. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം.
ഇതിൻ്റെ അക്കൗണ്ടിലെ സെക്കൻഡ് മേക്കപ്പ് വീഡിയോ ആണ്. ഒന്ന് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ഇതാണ്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കാര്യം ആലോചിച്ച് യൂട്യൂബേഴ്സൊക്കെ ഇത്ര മേക്കപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ കാര്യങ്ങൾക്ക് എന്തും എഫേർട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫോൺ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കത്തില്ല സ്റ്റോറേജ് ഫുള്ളാവുന്നത്. അപ്പം നമ്മൾ കാണുന്ന കൂട്ടല്ല, നമുക്ക് ഈ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് അടിച്ചു വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിലാക്കാറുണ്ട്, പക്ഷേ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എൻ്റെ ഫോൺ സമ്മതിക്കാറില്ല. അപ്പോഴേ സ്റ്റോറേജ് ഫുള്ളാക്കി കളയും. പക്ഷേ ഇന്ന് ഞാൻ ഫോണിനെ മറികടന്ന് ഞാൻ എൻ്റെ ഫോണിനകത്തുണ്ടായിരുന്ന എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത്. ഇനി ഇത് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇനി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഡൗട്ട്. ഇപ്പോൾ പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. പിന്നെ അത് പോസ്റ്റ് ആവുമോ, സ്റ്റോറേജിൻ്റെ പ്രശ്നം വന്നാൽ അങ്ങനെ കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലോട്ട് ഈ ഒരു വീഡിയോ എത്തുന്നത്. ഇതൊക്കെ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നവരെന്താണേലും ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ചുമ്മാ ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞതാ. എന്തായാലും എൻ്റെ ഈ മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്ക്. അപ്പോൾ ബൈ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുക എല്ലാവരും. എന്നിട്ട് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതും ഒക്കെ കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. വേറൊരു വീഡിയോയിൽ കാണാം.